ഗസയിൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിനായി ഖത്തറിൽ നടക്കുന്ന ചർച്ചകൾ പ്രാരംഭഘട്ടത്തിലെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചർച്ചകൾക്ക് സമയപരിധി തീരുമാനിച്ചിട്ടില്ലെന്നും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുപറയാൻ കഴിയില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണമെന്നും മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണമെന്നുമുള്ള ആവശ്യമാണ് മധ്യസ്ഥ ചർച്ചകളിൽ ഇസ്രായേൽ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. 60 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിൽ 6 ലക്ഷം ഫലസ്തീനികളെ റഫയിലെ ഒരു മാനുഷിക നഗരത്തിലേക്ക് താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള പദ്ധതിയും ഇസ്രായേലിന്റെ അജണ്ടയിലുണ്ട്. കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിലെത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇക്കാര്യം ചർച്ച ചെയ്തതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഗസയിലെ കുടിയൊഴിപ്പിക്കലിന് ഏകദേശ ധാരണയിലെത്തിയതായി നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ നീക്കത്തെ ശക്തമായി എതിർത്ത ഖത്തറും ഈജിപ്തും അന്താരാഷ്ട്ര നിയമപ്രകാരം ഇത് നിർബന്ധിത നാടുകടത്തലിന് തുല്യമാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങണമെന്നും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ സഹായങ്ങൾ എത്തിക്കാൻ സൗകര്യമൊരുക്കുകയും ചെയ്താൽ മാത്രമേ വെടിനിർത്തൽ കരാർ അംഗീകരിക്കേണ്ടതുള്ളൂ എന്ന നിലപാടാണ് ഹമാസിനുള്ളത്. ഹമാസിന്റെ നിരായുധീകരണം ഉറപ്പുവരുത്താതെ സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറാവില്ലെന്ന നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നതും ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഇതിനിടെ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനായി US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ദോഹയിലേക്ക് വരുമെന്നറിയിച്ചിരുന്നെങ്കിലും വിറ്റ്കോഫിന്റെ ദോഹയിലേക്കുള്ള യാത്രയിലും അനിശ്ചിതത്വം തുടരുകയാണ്. അതേസമയം ഗസയിലെ ജനങ്ങളെ മുഴുവൻ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം വംശീയ ഉന്മൂലനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എല്ലാ അഭിപ്രായ ഭിന്നതകളും പരിഹരിച്ച് ഇരുപക്ഷത്തെയും കരാറിലെത്തിക്കാൻ ദോഹയിൽ നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ടെങ്കിലും ബന്ദി കൈമാറ്റം, ഹമാസിനെ നിരായുധീകരിക്കൽ, ഗസയിൽ നിന്നും സൈനികരെ പിൻവലിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ ഞായറാഴ്ച ദോഹയിൽ തുടങ്ങിയ വെടിനിർത്തൽ ചർച്ചകളിൽ 3 നാൾ പിന്നിടുമ്പോഴും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചർച്ചകൾക്ക് പ്രത്യേക സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന ഖത്തറിന്റെ വിശദീകരണവും ചർച്ചകൾ അനന്തമായി നീണ്ടുപോകുമെന്ന സൂചന തന്നെയാണ് നൽകുന്നത്. ദോഹയിൽ നിന്നും അൻവർ പാലേരി, 24.